ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് പോയി കാണണേ. കാരണം അത് ഇതേപോലൊരു ട്രിപ്പാണ്. അത് ഞാനും ചേച്ചിയും മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മക്കളെയും കൊണ്ടും ട്രിപ്പ് പോകണം എന്നൊരു പ്ലാനിങ് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നടുത്ത് പോകണം എന്നും നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിരുന്നതാണ്. എല്ലാ വർഷവും വെക്കേഷനും ഞങ്ങളങ്ങനെ ടൂറിന് പോവാറില്ല. ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ മാത്രമായിട്ടൊരു ട്രിപ്പ് പോകുന്നത്. ട്രിപ്പ് എന്ന് പറയാൻ വേണ്ടി വലിയ ട്രിപ്പുകളൊന്നും കാര്യങ്ങളൊന്നുമല്ല, എങ്കിൽ പോലും അത് ഞങ്ങളെ അപേക്ഷിച്ച് ഒരു ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഒരു 10-10:30 ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് തന്നെ ഒരു സ്പോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സൂവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വെക്കേഷൻ ടൈമിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ ആ കൊല്ലം ഏരിയയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കളെ കാണിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് കളിക്കാനുള്ള ഏതെങ്കിലും പാർക്കോ ബീച്ചോ അങ്ങനെയൊക്കെ കൊണ്ടുപോകും എന്നല്ലാതെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എങ്ങും പിള്ളേരെ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് സൂ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സൂവിലാകുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലം, അതുപോലെ വേറെ കുറച്ച് ആൾക്കാർ, പുറത്തുള്ള കാഴ്ചകൾ, അതായത് മൃഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു അടിപൊളിയാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയമായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ മ്യൂസിയത്തിലായാലും അതേപോലെ സൂവിലായാലും വലിയ വെയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഭയങ്കര കട്ടിക്കുള്ള കഠിനമായ വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മ്യൂസിയത്തിലാണ് കയറിയത്. മ്യൂസിയത്തിൽ കയറിയതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ട്രിവാൻഡ്രത്ത് പോയപ്പോൾ പുറത്തുനിന്ന് വല്ലതും വാങ്ങിച്ച് കഴിച്ചൂടെ എന്ന് ചിന്തിക്കുമായിരിക്കും. നോ വേ, നമ്മളെവിടെ പോയാലും ഫുഡ് കയ്യിൽ കരുതുന്ന പാർട്ടിക്കാരാണ്. അങ്ങനെ ഉണ്ടോയെന്ന് എല്ലാവരും ഒന്ന് പറയണേ. ഏത് വഴിക്ക് പോയാലും ഞങ്ങളുടെ കയ്യിൽ ഫുഡ് സ്റ്റോക്കായിരിക്കും. അപ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടും അതേപോലെ നമ്മൾ വേണ്ട അനാവശ്യമായിട്ട് കളയണ്ട എന്ന് നമ്മൾ കരുതി വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ വന്ന് മ്യൂസിയത്തിൽ ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിക്കാനുള്ള തിരക്കാണ് ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി എവിടെ ഇരുന്ന് ആഹാരം കഴിക്കണം എന്ന് നോക്കിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു കേട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ ഒരുങ്ങി നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് മ്യൂസിയം. അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി ചെടികളായാലും പൂക്കളായാലും നല്ല ഭംഗിയിൽ എല്ലാം നല്ല രീതിയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. രാവിലെ നമ്മൾ നല്ല കാലാവസ്ഥയിൽ പോവുകയാണെങ്കിൽ നല്ല വൈബാണ് നമ്മൾ മ്യൂസിയത്തിൽ കയറുന്നത്. നല്ല ബൊഗൈൻവില്ലകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സൈഡിൽ വേറെ തരത്തിലുള്ള ചെടികൾ, ഒരു സൈഡിൽ അങ്ങനെ വെറൈറ്റി ചെടികൾ ഒരുപാടുണ്ട്. നല്ല ഭംഗിയിലാണ് എല്ലാം ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അത് തന്നെ കാണാനൊരു രസമാണ്. അപ്പോൾ പോയിട്ടുള്ളവരെല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ. അതുപോലെ ഈ ചെടി നല്ല ഭംഗിയുണ്ടല്ലേ ഈ ചെടി കാണാൻ. എവിടെ പോയാലും ഈ ഒരു ചെടി വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ സൂവിലേക്ക് കയറാൻ പോകണേ. അപ്പോൾ ഈ ഒരു പോർഷൻ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ശ്രീകുട്ടിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയ ആ ഒരു ട്രിപ്പ് ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഒരു 2 ദിവസത്തെ, അതായത് ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസത്തെ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മളിവിടെ പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണവും ഒക്കെ നിൽക്കുകയാണ്. എനിക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്നും
നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എല്ലാ വീഡിയോസും എൻ്റെ മോനാണ് ഓടി നടന്ന് വീഡിയോസ് എല്ലാം എടുത്തത്. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ അല്ല കാണാനോ ഒരു മൂഡില്ലായിരുന്നു. കാരണം അതേപോലെ എനിക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കയറി ഇനി നമ്മൾ സൂവിലേക്ക് കയറിയാണേ നമ്മൾ അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണണമല്ലോ, എല്ലാമൊക്കെ ഒന്ന് കണ്ടിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. സൂവിനെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. സൂവിനെ അപേക്ഷിച്ച് ഒരു പഴയ ഒരു വൈബ് സൂവിൽ കിട്ടാനില്ല. കാരണം അവിടെ മൃഗങ്ങളെല്ലാം തീരെ കുറവാണ്. തീരെ കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് കുറച്ച് മാനുകളും പുലികളും. വെറൈറ്റി 3-4 തരം പുലികളുണ്ട്. പിന്നെ മാൻ വെറൈറ്റി മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കിയൊന്നും അങ്ങനെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം ഓരോരോ കൂടുകളും വെറുതെ കിടക്കായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പിന്നെ പക്ഷികളുടെ ഓരോ ഭാഗത്ത് വരുമ്പോൾ ഓരോ പക്ഷി വീതം എല്ലാത്തിലും ഉണ്ടായിരുന്നു. അല്ലാതെ വെറൈറ്റി ആയിട്ട് എനിക്ക് അങ്ങനെ ഫീല് തോന്നിയില്ല. ഇപ്പോൾ ആദ്യമായിട്ട് സൂ കാണാൻ പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വലിയ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയോടെ പോകരുത്. കാരണം അതിനു വേണ്ടിയുള്ള ഐറ്റംസ് ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. പഴയ ഒരു വൈബ് നമുക്ക് സൂവിൽ കിട്ടാനില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് പോയപ്പോൾ നല്ല രീതിയിലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണാനും ഒരു രസമായിരുന്നു. നമുക്കത് കയറിയാൽ തിരിച്ചിറങ്ങുന്ന സമയം അറിയാനേ പറ്റത്തില്ലായിരുന്നു. അതുപോലെ നമുക്ക് അതിൽ കാണാനുണ്ടായിരുന്നു. എത്ര നോക്കിയാലും നമ്മൾ ഒരു 12 മണിക്ക് കയറിയ 4 മണിയാവുന്നതായാലും നമ്മൾ അറിയേയില്ലായിരുന്നു. അതേപോലെ നമുക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും നമുക്കറിയാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും. അതേപോലെ അത്രയ്ക്കും ഐറ്റംസ് ഒന്നും അവിടെ കാണാനില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർ ഭയങ്കര പ്രതീക്ഷയായിട്ട് പോകണ്ട. അല്ലാതെ കുറച്ച് മാനുകളെ, വെറൈറ്റി മാനുകളെ കാണാം. പുള്ളിയുള്ള മാൻ, പുള്ളിയില്ലാത്ത മാൻ, കൊമ്പുള്ള മാൻ, അങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി, അതിനൊക്കെ പേരുകളുണ്ട്. അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അതൊന്നും ഞാൻ എടുക്കാഞ്ഞതുകൊണ്ട് മാനുകളുടെയൊക്കെ ഫോട്ടോ മാത്രം, വീഡിയോസ് മാത്രം എടുത്തതുകൊണ്ട് എനിക്ക് ഏതൊക്കെ പേരുകളാണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുള്ളത് പുള്ളിയില്ലാത്തതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ടൈപ്പ് സാധനങ്ങൾ മാത്രമേ, മൃഗങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ വേറെ മൃഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്നത് എന്തുവാണോ അത് മാത്രമാണ് ഇപ്പോഴത്തെ സൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനെയൊക്കെ ഒന്ന് കണ്ടു. എന്താ പറയുക, വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നുമില്ലാതെ സത്യം പറഞ്ഞാൽ ഒരു സങ്കടത്തോടെ തന്നെയാണ് ഇറങ്ങിയത്. കാരണം ഒന്നും പ്രത്യേകിച്ച് കാണാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊരു ഫുൾ ലോങ് വീഡിയോ ആണ് ഒന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് ഒന്നും അതിനു വേണ്ടിയുള്ള ഒന്നും എനിക്ക് തോന്നാഞ്ഞതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ശേഷം അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഏരിയ ഉണ്ട്. വെറൈറ്റി തരത്തിലുള്ള ബട്ടർഫ്ലൈകളുണ്ട്. അപ്പോൾ അതിൽ ബട്ടർഫ്ലൈകൾ വെറൈറ്റി തരമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒത്തിരിയൊന്നും കണ്ടില്ല. ഏതുകൊണ്ട് 5-6 ബട്ടർഫ്ലൈകൾ അവിടെ കിടന്ന് പറക്കുന്നത് ഞാൻ കണ്ടു. പിന്നെന്താ, അവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാൻ എൻ്റെ എടുത്തില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല രീതിയിൽ ടയർഡായിട്ടാണ് അവിടെ പോയത്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും ഞാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ ആ വഴി തിരിച്ച് വരുമ്പോൾ നമുക്കവിടെ നമ്മുടെ പാമ്പുകളുടെ ഏരിയ ഉണ്ട്. അതിനകത്ത് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ അവിടെ കുറച്ച് ഏരിയയിൽ നമ്മുടെ കുറച്ച് പാമ്പുകളെയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ തിരിച്ചിറങ്ങി ഇപ്പുറത്തെ സൈഡിൽ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ നല്ല രീതിയിലുള്ള മീനുകൾ, വെറൈറ്റി മീനുകളുണ്ടല്ലോ എന്ന് കരുതി അക്വേറിയത്തിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ അക്വേറിയം നഷ്ടമായിപ്പോയി. 40 രൂപയാണ് അതിനകത്ത് കയറുന്നതിലുള്ള നമുക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന മീനുകൾ മാത്രമേ അക്വേറിയത്തിലുള്ളൂ. അതിനു വേണ്ടി മീനുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തും ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു റൂം, ആ റൂമിൽ ചുറ്റും ഇത്രയും മീനുകൾ കിടപ്പുണ്ട്. അതിൽ കൂടുതലൊന്നും 40 രൂപയുടെ ഐറ്റംസ് ഒന്നും അതിലില്ല. വെറുതെ നഷ്ടമാണ് ആ അക്വേറിയം എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ അക്കോറിയത്തിലെ യാത്രയും കൂടി അങ്ങ് കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ വെളിയിലിറങ്ങി പുറത്തിറങ്ങി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പലഹാരങ്ങൾ എന്ന് പറയാൻ ഒരു സാൻഡ്വിച്ചും അതേപോലെ ഷാർജയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. അത് മാത്രമല്ല ഈ സമയമായപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. സത്യത്തിൽ ട്രിവാൻഡ്രത്ത് അന്നാണ് മഴ കിട്ടിയത് എന്നാണ് ഞങ്ങളവിടെ തിരക്കിയപ്പോൾ അറിഞ്ഞത്. അപ്പോൾ അതേപോലെ നല്ല ഗംഭീരമായ മഴയായിരുന്നു. അതുകൊണ്ട് വെളിയിലെ പുറത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ഓടി പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ട്രെയിൻ വന്നു. അതിനകത്തേക്ക് കയറിയിരുന്നു. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ട്രെയിനിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് കിടന്നു ഇരുന്നൊക്കെയാണ് നമ്മൾ കൊല്ലത്തേക്ക് എത്തിയത്. അപ്പോൾ പെട്ടെന്ന് പിന്നെ കൊല്ലത്തെത്തി. പിന്നെ എല്ലാം ജഗപുകയായിരുന്നു. പെട്ടെന്ന് വീട് പിടിക്കാനുള്ള തിരക്കായിരുന്നു. അപ്പോൾ രാത്രി 9 മണിയോടെയായി. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൊട്ടാരക്കര ട്രാൻസ്പോർട്ട് കിട്ടി. അതിൽ ഞങ്ങൾ കുണ്ടറ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഓട്ടോയിൽ അങ്ങനെയാണ് നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും പിന്നീടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.